ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ILO ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനായിട്ടുള്ള ILOയുടെ ഫിലാഡൽഫിയയിൽ നടന്നിട്ടുള്ള കുറച്ച് ഡിക്ലറേഷനാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് ILO എന്ന് നോക്കാം. ദ ILO ഈസ് എൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സ്റ്റാർട്ടഡ് ഇൻ 1990 ടു പ്രൊട്ടക്ട് വർക്കേഴ്സ് ആൻഡ് പ്രൊമോട്ട് ഫെയർ ലേബർ. 1919 ഫോം ചെയ്തിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് ILO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ഓർഗനൈസേഷൻ ഫോം ചെയ്തിട്ടുള്ളത്. ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ്, ദ വേൾഡ് വാണ്ടഡ് പീസ്, ജസ്റ്റിസ് ആൻഡ് ബെറ്റർ ലിവിംഗ് കണ്ടീഷൻസ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ലോകത്ത് സമാധാനം വേണം, അതുപോലെ തന്നെ നീതി വേണം, നല്ലൊരു ജീവിത രീതിയും വേണം, ഒരു ലിവിങ് കണ്ടീഷൻസ് വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ILO ഫോം ചെയ്തിട്ടുള്ളത്. സോ ഇൻ 1944 ദ ILO ക്രിയേറ്റഡ് ദ ഡിക്ലറേഷൻ ഓഫ് ഫിലാഡൽഫിയ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് പർപ്പസ്. അതുകൊണ്ട് തന്നെ 1944 ILO അതിൻ്റെ ഫിലാഡൽഫിയയിലെ ഡിക്ലറേഷന് ഫോം ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ഒന്നും കൂടിയും സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1919 അഥവാ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഈ ILO ഫോം ചെയ്യുന്നത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം ഒരുപാടധികം അതിരൂക്ഷമായ കണ്ടീഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ കുറച്ചും കൂടി ലോകത്ത് സമാധാനം കൊണ്ടുവരണമെങ്കിൽ, ജസ്റ്റിസ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെയുള്ള വർക്കേഴ്സിൻ്റെ നീതി ഉറപ്പുവരുത്തണമെന്ന് അത് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് 1944 ഇത് ഫിലാഡൽഫിയയിലെ ഡിക്ലറേഷന് നടത്തുന്നത്. സോ ഇറ്റ് ക്ലിയർലി സേസ് ദാറ്റ് പീസ് ഈസ് ഓൺലി പോസിബിൾ വെൻ പീപ്പിൾ ഹാവ് സോഷ്യൽ ജസ്റ്റിസ്. അത് പറയുന്നുണ്ട്, ലോകത്ത് സമാധാനം കൊണ്ടുവരണമെങ്കിൽ ആളുകൾക്ക് എന്ത് കിട്ടണം? സാമൂഹിക നീതി ലഭിച്ചെങ്കിൽ മാത്രമേ ലോകത്ത് സമാധാനം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ദിസ് ഡിക്ലറേഷൻ ഗൈഡ്സ് മെനി മോഡേൺ ലേബർ ലോസ് ആൻഡ് പോളിസീസ്. അതുകൊണ്ട് തന്നെ ഈ ഡിക്ലറേഷന് ഒരുപാടധികം ലോകമെമ്പാടുമുള്ള ഒരുപാട് ലേബർ നിയമങ്ങളുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് നിയമങ്ങളും നയങ്ങളുമുണ്ട്. അപ്പോൾ അതിന് ഇത് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കണം ഓരോ രാജ്യത്തുമുള്ള നിയമങ്ങൾ, അവിടുത്തെ പോളിസീസ് എങ്ങനെയായിരിക്കണം? അതൊരിക്കലും ഒരു രാജ്യത്ത് വരുന്ന നിയമങ്ങളും പോളിസീസ് ഒന്നും ആരെ ബാധിക്കാനായിട്ട് പറ്റില്ല. അവിടുത്തെ തൊഴിലാളികളുടെ നീതി നിഷേധിക്കുന്നതായിരിക്കരുത്, അവരുടെ നീതി ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ആ നിയമങ്ങളൊക്കെ എന്നാണ് ഇതിൽ പറയുന്നത്. സോ അതിൻ്റെ സെക്ഷൻ 1 എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. എന്താണ് അതിൻ്റെ സെക്ഷൻ 1 ILOയുടെ 1944 ഫിലാഡൽഫിയ ഡിക്ലറേഷനിൽ അതിൻ്റെ ഒരു സെക്ഷൻ 1 എന്താ പറയുന്നത് നോക്കാം നമുക്ക്. വർക്കേഴ്സ് ആർ നോട്ട് മെഷീൻസ് ഓർ ഒബ്ജക്ട്സ്. എന്താ പറയുന്നത് വെച്ചാൽ, വർക്കേഴ്സ്, തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്തല്ല, മെഷീൻസ് അല്ല, അല്ലേ, അല്ലെങ്കിൽ ഒരു വസ്തുവല്ല, അവർ മനുഷ്യന്മാരാണ്, ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് പെരുമാറണം, അവരുടെ നീതി നമ്മൾ ഉറപ്പുവരുത്തണം. ലേബർ ഈസ് നോട്ട് എ കമോഡിറ്റി. തൊഴിലാളികൾ എന്തല്ല, ഒരു വസ്തുവല്ല, നമ്മൾ കടയിൽ പോയി പർച്ചേസ് ചെയ്യുന്ന പോലെ വസ്തുവല്ല തൊഴിലാളികൾ എന്ന് പറയുന്നത്. അവർക്ക് എന്തുണ്ട്? ഒരുപാടധികം റൈറ്റ്സ് ഉണ്ട്, അത് നമ്മൾ ഉറപ്പുവരുത്തണം. പീപ്പിൾ മസ്റ്റ് ഹാവ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ടു ഫോം യൂണിയൻസ്. അതുപോലെ തന്നെ ഈ തൊഴിലാളികൾക്ക് എന്തുണ്ട്? അവർക്ക് അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് ഫ്രീഡം ടു ഫോം യൂണിയൻസ്, അവർക്ക് പറയാനുള്ള, അവരെന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ ഫോം ചെയ്യാനുള്ള ഫ്രീഡവും അവർക്കുണ്ട്. പോവർട്ടി ഇൻ വൺ പ്ലേസ് അഫക്റ്റ് ദ ഹോൾ വേൾഡ്. ദാരിദ്ര്യം ഒരു സ്ഥലത്ത് അനുഭവിക്കുന്ന, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ലോകത്ത് എമ്പാടുമുള്ള ആളുകളെ അത് ഒരുപോലെ ബാധിക്കുന്നു എന്നാണ് പറയുന്നത്. എവറി കൺട്രി മസ്റ്റ് വർക്ക് ഹാർഡ് ടു റിമൂവ് പോവർട്ടി. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് ഈ പോവർട്ടിക്കെതിരെ പോരാടണം. വർക്കേഴ്സ്, എംപ്ലോയേഴ്സ് ആൻഡ് ഗവൺമെന്റ് ഷുഡ് വർക്ക് ടുഗദർ ആൻഡ് ടേക്ക് ഡിസിഷൻസ് ഡെമോക്രാറ്റിക്കലി. തൊഴിലാളികളും തൊഴിൽ നൽകുന്നവരും അതുപോലെ തന്നെ ഗവൺമെന്റ്സും എല്ലാം ഒരുമിച്ച് നിൽക്കണം. ഇങ്ങനെ ടേക്ക് ഡിസിഷൻസ് ഡെമോക്രാറ്റിക്കലി. ഇവരെല്ലാം ഒരുമിച്ച് നിന്നിട്ട് നല്ല തീരുമാനങ്ങൾ, ജനാധിപത്യപരമായിട്ടുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഇതെല്ലാം ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതിൽ രണ്ടാമത്തെ സെക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. എവറി പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. രണ്ടാമത്തെ സെക്ഷനിൽ സോഷ്യൽ ജസ്റ്റിസും ആൻഡ് ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടതാണ് സാമൂഹിക നീതിയും മാനുഷിക അവകാശങ്ങളും. അതുകൊണ്ട് തന്നെ അതിൽ പറയുന്നത് എവറി പേഴ്സൺ ഹാസ് ദ റൈറ്റ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി ആൻഡ് ഫ്രീഡം. എല്ലാ വ്യക്തികൾക്കും, ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും എന്തിനുള്ള അവകാശമുണ്ട്? അന്തസ്സോടു കൂടി, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്.
ദീസ് റൈറ്റ് ബിലോങ് ടു എവ്രി വൺ നോ മാറ്റർ ദെയർ റൈസ് റിലീജിയൻ ഓർ ജെൻഡർ. അപ്പോൾ എന്താണ്, ഇത് എല്ലാവർക്കും ബാധകമാണ്. അവർ ഏത് ജാതിയിലാണ്, ഏത് മതത്തിലാണോ, അല്ലെങ്കിൽ ഏത് ജെൻഡറിലാണോ, ആണാണോ പെണ്ണാണോ എന്നൊന്നും അതിന് ബാധകമല്ല. ഇത് എല്ലാ മനുഷ്യനാണെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ അത് ബാധകമാണ്. എവ്രി വൺ ഷുഡ് ഹാവ് എക്കോണമിക് സെക്യൂരിറ്റി ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെ എല്ലാവർക്കും സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം. ഒരുപോലെയുള്ള അവസരങ്ങൾ, ഇപ്പോൾ തൊഴിലിടത്തുള്ള അവസരങ്ങളായിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലെ അവസരങ്ങളും ഒരുപോലെ ഉണ്ടായിരിക്കണം. ഓൾ ഗവൺമെൻറ് പോളിസീസ് ഷുഡ് ഇംപ്രൂവ് പീപ്പിൾസ് ലൈവ്സ്. അതുപോലെ തന്നെ എല്ലാ ഗവൺമെൻറ് നയങ്ങളും ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതായിരിക്കണം. അല്ലാതെ അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ള നയങ്ങൾ ഗവൺമെൻറ് ഒരിക്കലും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. എക്കോണമിക് ഡെസിഷൻ മസ്റ്റ് ബി ചെക്ക്ഡ് ടു സീ ഇഫ് ദേ ഹെൽപ്പ് ഓർ ഹാം സോഷ്യൽ ജസ്റ്റിസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്ന ഒരുപാട് സാമ്പത്തിക രീതിയിലുള്ള തീരുമാനങ്ങൾ, ഡെസിഷൻസ്, പോളിസീസ്, നയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെന്ത് ചെയ്യണം, അത് ചെക്ക് ചെയ്യണം. അതെന്ത് ചെയ്യണം, അത് ആളുകളെ സോഷ്യൽ ജസ്റ്റിസിന് സപ്പോർട്ട് ചെയ്യണോ, അതല്ല സോഷ്യൽ ജസ്റ്റിസിനെ ഹാം ചെയ്യണോ എന്നൊക്കെ അത് ചെക്ക് ചെയ്യണം. ദെൻ ഇഫ് ദ ILO മസ്റ്റ് സ്റ്റഡി ഗ്ലോബൽ എക്കോണമിക് പോളിസീസ് ടു എൻഷുർ ദ സപ്പോർട്ട് ഹ്യൂമൻ വെൽഫെയർ. അതുപോലെ തന്നെ ILO എന്ത് പഠിക്കണം, ഗ്ലോബൽ എക്കോണമിക് പോളിസീസ്, അതായത് ആഗോളതരത്തിലുള്ള സാമ്പത്തിക നയങ്ങളെക്കുറിച്ച് നന്നായിട്ട് പഠിക്കണം. എന്നിട്ട് എൻഷുർ ദ സപ്പോർട്ട് ഹ്യൂമൻ വെൽഫെയർ, എന്നിട്ട് ഉറപ്പുവരുത്തണം അത് ഹ്യൂമൻ വെൽഫെയറിന്, ആളുകളുടെ ക്ഷേമത്തിന് അത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. മൂന്നാമത്തെ സെക്ഷനിലേക്ക് നോക്കാം. സെക്ഷൻ 3 വർക്ക് റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്, അഥവാ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ ILOയുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. സോ എവരി വൺ ഷുഡ് ഗെറ്റ് എ ജോബ്. ദ എയിം ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എല്ലാവർക്കും ജോലി കിട്ടണം. ദ എയിം ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. എന്താണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ അവിടെയുള്ള സ്കില്ലഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ അൺസ്കില്ലഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ എന്ത് ചെയ്യണം, ജോലി കിട്ടണം. അപ്പോൾ അവിടെ ഒരുപാടധികം തൊഴിലവസരങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ പോലും അവർക്കൊക്കെ എന്ത് കിട്ടണം, ജോലി ഉണ്ടായിരിക്കണം. അതാണ് ഈ ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ 96% ആളുകൾക്കും അവിടെ തൊഴിലുണ്ടായിരിക്കണം. അൺഎംപ്ലോയിഡ് ആയിരിക്കരുത്, തൊഴിലില്ലായ്മ ഉണ്ടായിരിക്കരുത്. അതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദെൻ പീപ്പിൾ ഷുഡ് വർക്ക് ഇൻ ജോബ്സ് ദാറ്റ് മാച്ച് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻറ്റ്. അതുപോലെ തന്നെ ആളുകൾ എന്ത് ചെയ്യണം, അവരുടെ സ്കില്ലിനും ടാലൻറ്റിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ള വർക്കുകൾ അവർ ചെയ്യണം. ദെൻ വർക്കേഴ്സ് ഷുഡ് ഗെറ്റ് പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് സേഫ് ഓപ്പർച്യൂണിറ്റീസ് ടു മൂവ് ഫോർ വർക്ക്. അതുപോലെ തന്നെ വർക്കേഴ്സിന്, തൊഴിലാളികൾക്ക് എന്ത് കിട്ടണം, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങും അതുപോലെ തന്നെ സേഫ് ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാനുള്ള അവസരങ്ങൾക്കൊക്കെ അവർക്ക് ലഭിക്കണം. ദെൻ വേജസ് മസ്റ്റ് ബി ഫെയർ ആൻഡ് എവറി വർക്കർ ഷുഡ് ഗെറ്റ് എ മിനിമം ലിവിങ് വേജ്. അതുപോലെ തന്നെ വർക്കേഴ്സിന് കിട്ടുന്ന വരുമാനം അല്ലെങ്കിൽ വേജസ് എന്ന് പറയുന്നത് ഫെയർ ആയിരിക്കണം. അഥവാ അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്ന രീതിയിലുള്ള ഒരു വേജ്, സാലറി അല്ലെങ്കിൽ ഒരു വരുമാനം അവർക്ക് ലഭിക്കണം. ദെൻ വർക്കിംഗ് കണ്ടീഷൻ മസ്റ്റ് ബി സേഫ് ആൻഡ് ഹെൽത്തി. അതുപോലെ തന്നെ അവർ വർക്ക് ചെയ്യുന്ന കണ്ടീഷൻ അഥവാ തൊഴിലിടങ്ങളൊക്കെ സേഫും അതുപോലെ തന്നെ ഹെൽത്തി, ആരോഗ്യപരമായിട്ടുള്ളതും സേഫായിട്ടുള്ള ഒരു പ്ലേസിൽ അവർ വർക്ക് ചെയ്യണം. ദെൻ വർക്കേഴ്സ് മസ്റ്റ് ഹാവ് ദ റൈറ്റ് ടു കളക്റ്റീവ് ബാർഗെയിനിങ്. അതുപോലെ തന്നെ അവർക്ക് കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവരുടെ തൊഴിലാളികളുമായിട്ട്, തൊഴിൽ നൽകുന്ന എംപ്ലോയേഴ്സുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അവർക്ക് ഉണ്ടായിരിക്കണം. അതിനാണ് കളക്റ്റീവ് ബാർഗനിങ് എന്ന് പറയുന്നത്. ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ഷുഡ് കോപ്പറേറ്റ് ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. അതുപോലെ തന്നെ മാനേജ്മെൻറ്റും വർക്കേഴ്സും ഒരു നല്ല രീതിയിലുള്ള ഒരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഒരു നല്ല സഹകരണം ഉണ്ടായിരിക്കണം, എന്നെങ്കിലേ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയുള്ളൂ. ദെൻ സോഷ്യൽ സെക്യൂരിറ്റി മസ്റ്റ് ബി അവൈലബിൾ ഫോർ ഓൾ ഹൂ നീഡ് ഹെൽപ്പ്. അതുപോലെ തന്നെ സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹികമായിട്ടുള്ള സെക്യൂരിറ്റി എല്ലാവർക്കും ഉറപ്പുവരുത്തണം. അത് ആവശ്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, അത് ഉറപ്പുവരുത്തണം. ചൈൽഡ് വെൽഫെയർ ആൻഡ് മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻ മസ്റ്റ് ബി എൻഷുർഡ്. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയർ, ഇപ്പോൾ കുട്ടികൾക്കുള്ള ഒരുപാട് നീതിയും ക്ഷേമവും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ മെറ്റേണിറ്റി പ്രൊട്ടക്ഷൻസ്, ഇപ്പോൾ സ്ത്രീകൾക്ക് പ്രസവാനന്തര സുരക്ഷ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ദെൻ വർക്കേഴ്സ് ഷുഡ് ഹാവ് എ ഗുഡ് ജോബ്. വർക്കേഴ്സ് ഷുഡ് ഹാവ് എ ഗുഡ് ഫുഡ്, ഹൗസിംഗ് ആൻഡ് ആക്സസ് ടു റിക്രിയേഷൻ ആൻഡ് കൾച്ചർ. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക്, വർക്കേഴ്സിന് എന്തുണ്ടായിരിക്കണം, നല്ല ഭക്ഷണം, അവർക്ക് നല്ല ഹൗസിംഗ് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ റീക്രിയേഷൻ ആൻഡ് കൾച്ചർ. അപ്പോൾ അവർക്ക് റിലാക്സ് ആവാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഗെയിംസ് കാര്യങ്ങളൊക്കെ, അതിനുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കണം. എന്നെങ്കിലും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് അവർക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ എവ്രി വൺ ഷുഡ് ഹാവ് ഈക്വൽ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ട്രെയിനിങ്. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെയുള്ള ആക്സസ് ഉണ്ടായിരിക്കണം എഡ്യൂക്കേഷന്, അതുപോലെ തന്നെ സ്കിൽ ട്രെയിനിങ്, അവരുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഉണ്ടായിരിക്കണം എല്ലാവർക്കും ഒരുപോലെ. ദെൻ
അതിൻ്റെ 4ാമത്തെ സെക്ഷനിൽ എന്താണെന്ന് നോക്കാം. വേൾഡ് കോപ്പറേഷൻ. കൺട്രീസ് മസ്റ്റ് യൂസ് ദ വേൾഡ്സ് റിസോഴ്സസ് പ്രോപ്പർലി ഫോർ എവ്രി വൺസ് ബെനിഫിറ്റ്. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യണം? ലോകത്തെമ്പാടുമുള്ള ഒരുപാട് റിസോഴ്സസുകളുണ്ട്, അത് എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരുപോലെ യൂസ് ചെയ്യണം. ദെൻ പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ മസ്റ്റ് ഇൻക്രീസ് സ്റ്റീഡിലി. അതുപോലെ തന്നെ പ്രൊഡക്ഷനും കൺസംഷനും, ഇപ്പം നമ്മൾ ഉൽപ്പാദനവും അതിൻ്റെ ഉപയോഗവും ഒരേ രീതിയിൽ മുന്നോട്ട് നിൽക്കണം, അഥവാ ഒരു ബാലൻസ്ഡായ രീതിയിൽ അത് കൊണ്ടുപോകാൻ പറ്റണം. ഒരുപാട് പ്രൊഡക്ഷന് അതിൻ്റെ കൺസംഷൻ കുറയുന്ന അങ്ങനെ ആവരുത്. പ്രൊഡക്ഷനും കൺസംഷനും ഒരേ രീതിയിലായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. ദെൻ എക്കോണമിക് പ്രോബ്ലംസ് ആൻഡ് ഇൻസ്റ്റബിലിറ്റി ഷുഡ് ബി അവോയ്ഡഡ്. സാമ്പത്തിക പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എക്കോണമിക് പ്രോബ്ലംസ്, ഇൻസ്റ്റബിലിറ്റി, അതൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ദെൻ കൺട്രീസ് മസ്റ്റ് ബി സപ്പോർട്ടഡ് ടു ഡെവലപ്പ്. അതുപോലെ തന്നെ ഒരുപാട് രാജ്യങ്ങളുണ്ട്, അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള, ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഇന്ത്യയെ പോലുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. അപ്പോൾ അവരെയൊക്കെ എന്ത് ചെയ്യണം? ഡെവലപ്ഡ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യണം, സഹായിക്കണം. ദെൻ പ്രൈസസ് ഓഫ് എസെൻഷ്യൽ ഗുഡ്സ് ഷുഡ് ബി സ്റ്റേബിൾ. അതുപോലെ തന്നെ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരുപാടധികം വസ്തുക്കളുണ്ട്, അതിൻ്റെ പ്രൈസ് എപ്പോഴും സ്റ്റേബിളായിരിക്കണം, അഥവാ സാധാരണക്കാർക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം. ദീസ് ഷുഡ് ബി സ്മൂത്ത് ആൻഡ് ഫെയർ ഇൻ്റർനാഷണൽ ട്രേഡ്. ദർ ഷുഡ് ബി സ്മൂത്ത് ആൻഡ് ഫെയർ ഇൻ്റർനാഷണൽ ട്രേഡ്. അതുപോലെ തന്നെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള, ഫെയർ ആയിട്ടുള്ള രീതിയിലുള്ള അന്താരാഷ്ട്ര ട്രേഡ്, എക്സ്പോർട്ട് ഇമ്പോർട്ട് കാര്യങ്ങളൊക്കെ അതിൽ ഇറക്കുമതിയും കയറ്റുമതി, അതുപോലെ തന്നെ കച്ചവടങ്ങളൊക്കെ നല്ല സ്മൂത്തായ രീതിയിൽ ഉണ്ടായിരിക്കണം. ILO വിൽ വർക്ക് വിത്ത് അതർ വേൾഡ് ഓർഗനൈസേഷൻ ടു ഇംപ്രൂവ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇംപ്രൂവ് ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ വെൽഫെയർ, സാമൂഹികമായിട്ടുള്ള നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക, എഡ്യൂക്കേഷന് ഇംപ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അഥവാ രാജ്യങ്ങൾക്കിടയിലുള്ള ക്ഷേമം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ILO കൂടിയും വർക്ക് ചെയ്യും. ദെൻ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻസ്. ദീസ് പ്രിൻസിപ്പിൾ അപ്ലൈ ടു ഓൾ പീപ്പിൾ എവ്രിവെയർ. അഥവാ യൂണിവേഴ്സൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ സ്ഥലത്തുമുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമാണ്. ഈച്ച് കൺട്രി ക്യാൻ അപ്ലൈ ദം ഇൻ ഇറ്റ്സ് ഓൺ വേ ഡിപ്പെൻഡിങ് ഓൺ ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് ലെവൽ. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഓരോ രാജ്യവും അവർക്ക് അനുസൃതമായ രീതിയിൽ, ഇപ്പോൾ ഓരോ രാജ്യത്തെയും എക്കോണമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ഇന്ത്യയുടെയും അമേരിക്കയുടെയും എക്കോണമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പോൾ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് രാജ്യമാണ്, അമേരിക്ക ഒരു ഡെവലപ്ഡ് രാജ്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ എന്തായിരിക്കണം? അവരുടെ പോളിസീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ ബോത്ത് ഇൻഡിപെൻഡൻ്റ് ആൻഡ് ഡിപ്പെൻഡൻ്റ് ടെറിട്ടറീസ് മസ്റ്റ് ഫോളോ ദീസ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻ്റ് രാജ്യമാണ്. അതുപോലെ തന്നെ ഡിപ്പെൻഡൻ്റ് ടെറിട്ടറീസ്, ഇപ്പോൾ മറ്റ് രാജ്യത്തിൻ്റെ അണ്ടറിൽ കഴിയുന്ന ഒരുപാട് രാജ്യങ്ങൾ ഇന്നുമുണ്ട്. ഇന്ത്യ ഒരു കാലത്ത് 1947 മുമ്പ് ഇന്ത്യ ഒരു ഡിപ്പെൻഡൻ്റ് ടെറിട്ടറി ആയിരുന്നു, ബ്രിട്ടീഷ് റൂളിൻ്റെ അണ്ടറിലായിരുന്നു. അങ്ങനെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഗ്രീൻലാൻഡ്, പോർട്ടറിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്നുമുണ്ട്. അപ്പോൾ അതുപോലെയുള്ള രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിക്കോട്ടെ ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ എല്ലാ രാജ്യങ്ങളും ഇതൊരുപോലെ നടപ്പിലാക്കണം. ദ ഹോൾ വേൾഡ് മസ്റ്റ് വർക്ക് ടുഗദർ ടു അച്ചീവ് ദിസ് ഗോൾസ്. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒരുപോലെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്തെങ്കിൽ ഇതിൽ പറയുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ ഇതിൻ്റെ ഓവറോൾ മീനിങ് എന്താണെന്ന് നോക്കാം. ദ ഡിക്ലറേഷൻ പ്രൊമോട്ട്സ് ഫെയർനെസ്, ഡിഗ്നിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ് ഫോർ ഓൾ വർക്കേഴ്സ്. ഇപ്പോൾ ILOയിൽ നടന്ന ഈ പ്രഖ്യാപനത്തിൽ പറയുന്നത്, ഇപ്പോൾ എല്ലാവർക്കും, എല്ലാ വർക്കേഴ്സിനും, തൊഴിലാളികൾക്കും എന്തുണ്ട്? അന്തസ്സുണ്ട്. അതുപോലെ തന്നെ ഈക്വൽ റൈറ്റ്, തുല്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, അത് ഉറപ്പുവരുത്തണമെന്നാണ്. ദെൻ ഇറ്റ് കണക്ട്സ് പീസ് വിത്ത് സോഷ്യൽ ജസ്റ്റിസ്. അപ്പോൾ ഇത് സാമൂഹിക നീതിയോ പീസുമായിട്ട്, സമാധാനവുമായി കണക്ട് ചെയ്യുന്നു. അഥവാ സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടായിരിക്കുള്ളൂ? സാമൂഹിക സോഷ്യൽ ജസ്റ്റിസ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ സമാധാനം ഉണ്ടായിരിക്കുള്ളൂ, അല്ലാതെ പീസ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് ഫെയർ വേജസ്, സേഫ്റ്റി ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അതുപോലെ തന്നെ ILO ഫെയർ വേജസ്, അഥവാ ഒരു വർക്കറിന് അയാളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയിലുള്ളൊരു വരുമാനം അയാൾക്കുണ്ടായിരിക്കണം. സേഫ്റ്റി, സുരക്ഷിതത്വം, സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹിക സുരക്ഷിതത്വം, ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇക്വാലിറ്റി, സമത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഉറപ്പുവരുത്തുന്നുണ്ട്, ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് കണ്ടിന്യൂസ് ടു ഗൈഡ് ലേബർ പോളിസീസ് അക്രോസ് ദ വേൾഡ് ഈവൻ ടുഡേ. അതുപോലെ തന്നെ ഇത് ഇന്നും ലോകമെമ്പാടുമുള്ള തൊഴിലാളികളെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പോളിസീസ് ഉണ്ട്, നയങ്ങളുണ്ട്. അതിന് ഇന്നും ഇത് ഒരു ഗൈഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്.
സോ 1944 ഫോം ചെയ്തതാണെങ്കിലും ഇന്നും ഇത് ഒരുപാട് വലിയ റോൾ ഇത് വഹിക്കുന്നുണ്ട്. സോ ഇതാണ് ILO എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിലുള്ള 5 സെക്ഷൻസ് നന്നായി നോക്കുക. എന്താണ് ILO എന്ന് നോക്കുക, അത് എന്നാണ് ഫോം ചെയ്തിട്ടുള്ളത്, ILOയുടെ ഫിലാഡൽഫിയ ഡിക്ലറേഷൻ്റെ ഇയർ നോക്കുക. ഇത്രയും കാര്യങ്ങൾ